റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെൽക്കം ടു സിന്ധു സ്പേസ്. ഇന്ന് ഞാൻ ഒരു പുനാൻ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ പീസസ്, ബ്രസ്റ്റ് പീസ് ബോൺലെസ് ആണ് എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 300 ഗ്രാമോളം കാണും, 300-400 ഗ്രാം. ഇതിലേക്ക് പെപ്പർ പൗഡർ സ്വല്പം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു ടീസ്പൂൺ. ഇനി സ്വല്പം മാത്രം സോൾട്ട്, ആവശ്യത്തിന് മാത്രം. ഇപ്പൊ ഡീപ് ഫ്രൈ ചെയ്യണമെന്നുള്ള മാരിനേഷന് വേണ്ടിയിട്ടാണ്. അതായത് സോയ സോസ്, ചിക്കൻ ക്യൂബ്സ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് സോൾട്ട് ഇത്തിരി ആവശ്യത്തിന് മാത്രം മതി. ഇനി ഇതിനകത്തായിട്ട് കോൺ സ്റ്റാർച്ച് കൂടി, ഒരു എഗ്ഗിന്റെ വൈറ്റ് മാത്രം പൊടിക്കണം. എഗ് വൈറ്റ് മാത്രം. ഇത് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് വെക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോൺ സ്റ്റാർച്ച് കൂടി ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കോൺ സ്റ്റാർച്ച് കൂടി ആഡ് ചെയ്യണം. ഇതിലേക്ക് സ്വല്പം ജിഞ്ചി ഓയിൽ കൂടിയിട്ടൊന്ന് ആഡ് ചെയ്യണം. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം കോൺ സ്റ്റാർച്ച് കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം ഡീപ് ഫ്രൈ ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിലിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചിക്കൻ മാരിനേഷൻ ചെയ്തപ്പോൾ പെപ്പറും ആവശ്യത്തിന് മാത്രം സോൾട്ടും സീസം ഓയിലും കോൺ സ്റ്റാർച്ച്, എഗ് വൈറ്റ് ഇത്രയും ചെയ്തിട്ടാണ് ചിക്കൻ മാരിനേഷൻ ചെയ്തത്. നെക്സ്റ്റ് ബാച്ചും ഇട്ട് തുടങ്ങി. ഇതിലേക്ക് സ്വല്പം സവാള സോട്ട് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം
rice vinegar, 1 tablespoon, oyster sauce, 2 tablespoon, chicken cubes, powder ആണ് അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. 2 ചെറിയ ക്യൂബ്സ് ഇടുന്നുണ്ട്. സോൾട്ട് അധികം ഇടാത്തത് അതുകൊണ്ടാണ്. സ്വല്പം ഷുഗർ കൂടി, സ്വല്പം മതി, 1 ടീസ്പൂൺ ഷുഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ഉനാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് പെപ്പർ കൂടി ഒന്ന് സ്പ്രിങ്ക് ചെയ്ത് കൊടുക്കണം.